നമസ്കാരം. നേഷൻ ഫസ്റ്റ് ചാനലിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ജയപ്രസാദ് സാർ. നമസ്കാരം സാർ. നമസ്തേ സാർ, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കേരളം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലാണ്. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ ഒരു ഉത്സവമാണ്, ജനോത്സവമാണ്. സാർ, 2026 ഇപ്പോൾ ഇനി ഏതാണ്ട് 23 ദിവസങ്ങൾക്ക് ശേഷം തിരഞ്ഞെടുപ്പ് വരുന്നു. മുന്നണി രാഷ്ട്രീയം നമ്മൾ നോക്കുമ്പോൾ ഇടത് വലത് മുന്നണികൾക്കൊപ്പം BJPയും ഇപ്പോൾ ഒരു ശക്തിയായി കേരളത്തിൽ മാറിയിരിക്കുന്നു. സാർ, ഈ അവസരത്തിൽ NDA മുന്നണി കേരളത്തിൽ ഇത്തവണത്തെ അവരുടെ മത്സരം എന്ന് പറയുന്നത് പതിവിന് വിപരീതമായി പലയിടങ്ങളിലും ത്രികോണ മത്സരം നടക്കാനും, അല്ലെങ്കിൽ തന്നെ എടുത്തു പറയാനാണെങ്കിൽ അവർക്ക് സീറ്റുകൾ തന്നെ നേരത്തെ O രാജഗോപാൽ നിയമത്തിൽ നിന്ന് ജയിച്ച ഒരു സീറ്റായിരുന്നു എന്നുണ്ടെങ്കിൽ 2 അക്കമുള്ള സംഖ്യയിലേക്ക് BJP കേരളത്തിൽ വളരും എന്ന് തന്നെയാണ് നേതാക്കളും പറയുന്നത്, അണികളും പറയുന്നത്. താങ്കൾ ഈ പറയുന്ന രീതിയിൽ BJP രാഷ്ട്രീയത്തിൻ്റെ ഒരു വക്താവ് കൂടി ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. എന്ത് തോന്നുന്നു സാർ, ഇത്തവണ NDA അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും? കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ വരുന്ന 2026 ഏപ്രിൽ മാസം 9 നടക്കുന്നത്. അതിന് ഒരു പ്രധാന കാരണം കേരളം ശീലിച്ച ഒരു ബൈപ്പോളാർ മുന്നണി രാഷ്ട്രീയമുണ്ട്. ഇടത് വലത് മുന്നണികൾ 1967 മുതൽ തുടരുന്ന ഒരു മുന്നണി രാഷ്ട്രീയ പ്രക്രിയ. അത് 80കളിലും 90കളിലും കേരളത്തിലെ വോട്ടേഴ്സ് ഏതാണ്ട് 92-95% വോട്ടേഴ്സും ഈ 2 മുന്നണികളിലായിട്ടാണ് വോട്ട് ചെയ്തിരുന്നതെങ്കിൽ ഈ കഴിഞ്ഞ 2015 ശേഷമുള്ള തിരഞ്ഞെടുപ്പുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, വിശേഷിച്ചും ത്രിതല പഞ്ചായത്തിലും നിയമസഭയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇരു മുന്നണികളും കൂടെയുള്ള വോട്ട് ഏതാണ്ട് 73-75% ചുരുങ്ങിയിരിക്കുന്നു. അതായത് 25%-ലധികം വോട്ടേഴ്സ് കഴിഞ്ഞ ഈ അവസാനത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 73% വോട്ടാണ് ഇടത് വലത് മുന്നണികളായിട്ട് പോൾ ചെയ്തത്. അപ്പൊ ആ തരത്തില് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം ഏറ്റവും ദുർബലമാകുകയും ഒരു പരിധിവരെ ശിഥിലമാകുകയും ആശയപരമായിട്ടും അതുപോലെ തന്നെയാണ് സംഘടനാപരമായിട്ടും ദൗർബല്യം നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇവിടെ BJPയെ കുറിച്ച് കേരളത്തിൽ കാര്യമായി ചർച്ചകൾ മാധ്യമങ്ങളിൽ അങ്ങനെ പഠനങ്ങൾ നടത്തിയിട്ടില്ല. ഞാനിതിനെ വളരെ സൂക്ഷ്മമായി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 4-5 തെരഞ്ഞെടുപ്പുകളിലെ BJPയുടെ പ്രകടനത്തിന്റെയും BJPയുടെ ഗ്രോത്തും പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ BJP ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത് പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലാണ്. വിശേഷിച്ച് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 20%, 19.66% വോട്ട് നേടുക മാത്രമല്ല, ഒരു സീറ്റിൽ തൃശ്ശൂർ വിജയിച്ചതിനേക്കാൾ ഉപരി വിജയമായിരുന്നു ആറ്റിങ്ങൽ പോലെയുള്ള ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഏറ്റവും നിർണായക, ഇടതുപക്ഷത്തിൽ എല്ലാ സർവേകളും ഇടതുപക്ഷത്തിന് അനുകൂലമായി കണക്കാക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലം, അതുപോലെ തിരുവനന്തപുരം അവരുടെ ശക്തി കേന്ദ്രത്തിലും, ആലപ്പുഴയിലും, പത്തനംതിട്ട തുടങ്ങിയിട്ടുള്ള പല മണ്ഡലങ്ങളിലും അവര് വളരെയധികം മുന്നേറുകയുണ്ടായി. ഈ മുന്നേറുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മാധ്യമ ചർച്ചകൾ പൊതുവെ നമ്മൾ ജയവും തോൽവിയും മാത്രമാണ് പറയുക. പക്ഷെ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് BJP, ഞാനൊരു 11 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJPയുടെ 3 തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കുമ്പോൾ തന്നെ BJPയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മൾ തൃശ്ശൂർ മണ്ഡലം എടുക്കുക. തൃശ്ശൂർ മണ്ഡലം 2014 8% വോട്ടായിരുന്നെങ്കിൽ 2019 അത് 28.19%, 2024 അത് 37%. ഇപ്പൊ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ 2014 7% വോട്ടും 2019 അത് 24.66%, 2024 അത് 31.64%. ഇത് തരത്തില് ഇപ്പൊ പത്തനംതിട്ടയിൽ ആലപ്പുഴ 4%, 2014, 2019 അത് 17% മാറി, അത് 2024 ആയപ്പോൾ 28%. ഇത് ഞാൻ മറ്റു മണ്ഡലങ്ങളിൽ നമ്മൾ സമയം കുറവുകൊണ്ട് പറയുന്നില്ല. അപ്പം ഇതിന്റെ ഗ്രോത്ത് റേറ്റ് നമ്മൾ വെച്ചിട്ട് വേണം BJPയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴേ കഴിഞ്ഞ നമ്മൾ ഈ സ്പോർട്സിൽ ഒരു കായിക താരത്തെ ഇവാലുവേറ്റ് ചെയ്യുന്നത് വിവിധ സ്പോർട്സിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ BJP
ത്രിതല പഞ്ചായത്തിലും നിയമസഭയിലും ലോകസഭയിലും 3 തെരഞ്ഞെടുപ്പ് പങ്കെടുക്കുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിനും അതിൻ്റെതായ സ്വഭാവം ഉണ്ടാവും, നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും നമ്മൾ പൊതുവായി നോക്കും, ബെസ്റ്റ് പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 2024 ഒരു പരിധി വരെ നമുക്ക് സ്വീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ച പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഫോക്കസ് ചെയ്തത്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ 60,000-ന് മുകളിൽ BJPക്ക് വോട്ട് ലഭിച്ച 4 നിയോജക മണ്ഡലങ്ങളുണ്ട്. 50,000-ന് മുകളിൽ BJPക്ക് വോട്ട് ലഭിച്ച 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞത് നിയമസഭാ മണ്ഡലങ്ങളാണ്. അപ്പോൾ 7 മണ്ഡലങ്ങളിൽ 50,000-ന് മുകളിലും 4 മണ്ഡലങ്ങളിൽ 60,000-ന് മുകളിലും 17 മണ്ഡലങ്ങളിൽ 40,000-ന് മുകളിലും BJP വോട്ട് നേടുകയുണ്ട്. അത് 28 മണ്ഡലങ്ങളിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വോട്ട് ബേസ് BJPക്കുണ്ട് പല മണ്ഡലങ്ങളിലും. അപ്പൊ ആ തരത്തിൽ നമ്മൾ വിജയ സാധ്യതയെ ഞാൻ നേരത്തെ പറഞ്ഞ BJPയുടെ ഗ്രോത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി വരുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ഇടതു മുന്നണി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ്. ഒരു ഭാഗത്ത് 10 വർഷത്തെ ആന്റി ഇൻകംബൻസി ഫാക്ടർ, അഴിമതി, അതുപോലെ തന്നെയാണ് വിശേഷിച്ചും ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ ഇടതുപക്ഷ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷ മേഖലകൾ പൂർണ്ണമായിട്ടും ഇടതുപക്ഷത്തെ തിരസ്കരിക്കുകയുണ്ടായി. ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള 5 ജില്ലകളിലും ഇടതുപക്ഷം വളരെ ദുർബലമായിരുന്നു. അപ്പം അതോടൊപ്പം തന്നെയാണ് ആഭ്യന്തര സംഘർഷം. അപ്പം സുധാകരനെ പോലെയുള്ള, അല്ലെങ്കിൽ പയ്യന്നൂരിലും ഇടുക്കിയിലും ഇപ്പൊ പല മേഖലയിലും CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ, വിശേഷിച്ച് ആലപ്പുഴയിലെ സുധാകരന്റെ പോലെയുള്ള ഒരു സമുന്നതനായ നേതാവിന്റെ ഒരു റിവോൾട്ട്, ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ് സംഘടനയെ സംബന്ധിച്ചിട്ട്. ആ തരത്തിലുള്ള ഒരു അവസ്ഥ. പിന്നെ മറ്റൊന്ന് നേതൃത്വപരമായിട്ടും ഒക്കെ ഒരു സമര സംഘടനയായി നിന്ന ഒരു പ്രസ്ഥാനം കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിൽ നിന്ന് കൊണ്ടാണ് ഈ ഇലക്ഷൻ നേടുന്നത്. ആ തരത്തില് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇപ്പൊ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആശയപരമായിട്ട് തന്നെ നമുക്കറിയാം. CPMന് ആഗോള അയ്യപ്പ സംഗമം നടത്തിയ പശ്ചാത്തലം, അതോടൊപ്പം തന്നെ ഇപ്പൊ ശബരിമലയിലെ അഫിഡവിറ്റ് തിരുത്തി കുറിക്കുകയാണ്. ഈ തരത്തിലൊക്കെ അവർ ആശയപരമായ ഒരു ഭാഗത്ത് നിൽക്കുന്നത്. മറ്റൊന്ന് UDFന് പഞ്ചായത്ത് തലത്തിൽ വലിയ വിജയമുണ്ടായത് പ്രധാനമായിട്ടും ന്യൂനപക്ഷ മേഖലയിലായിരുന്നു. പ്രധാനമായിട്ട് 6-7 ജില്ലകളിലാണ് അവർക്ക് മേൽക്കോയ്മ ഉണ്ടായത്. അത് തന്നെ മുസ്ലിം ന്യൂനപക്ഷ മേഖലയാണ് വൻപിച്ച മേൽക്കോയ്മ UDFനുണ്ടായത്. അപ്പൊ ഈ 2 മുന്നണികളുടെ ദൗർബല്യമുണ്ട്. ഇത് ഒരു ഭാഗത്ത് ശക്തിയുമാണ്, മറുഭാഗത്ത് അവർക്ക് ദൗർബല്യമുണ്ട്. ന്യൂനപക്ഷ കേന്ദ്രീകരണം ഒരു ഭാഗത്ത് നേട്ടമാണ്, അതേസമയം അതൊരു വീക്ക്നെസ്സുമാണ്. ഈ പശ്ചാത്തലത്തിലാണ് BJP വളരെ സംഘടിതമായിട്ട് വളരെ വെൽ പ്ലാൻഡ് മാനേജ്മെന്റിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നത്. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു 12 മുതൽ 28 സീറ്റ് വരെ നേടാനുള്ള സാധ്യതയാണ്, വിജയമല്ല സാധ്യത എന്ന് പറയുന്നത്. സാധ്യത ഒരുപാട് ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോഴ് പല മേഖലകളിലും ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇടത് വലത് മുന്നണികളിലെ ഒരുപാട് വിഷയങ്ങളുണ്ടായിട്ട്, ഇപ്പൊ നമ്മളിപ്പോൾ പാലക്കാട് ശശിയെ പോലെയുള്ള ഒരാള്, അല്ലെങ്കിൽ CC മുകുന്ദൻ, അല്ലെങ്കിൽ ഇടുക്കിയിലെ രാജേന്ദ്രൻ, അല്ലെങ്കിൽ സുധാകരൻ. അല്ല സാർ, അത് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു സാർ. ഞാനത് ചോദിക്കാൻ സാറിനോട് വരികയായിരുന്നു. അതായത് സാധാരണ നിലയിൽ BJPയിലേക്ക് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആൾക്കാർ, അതായത് സോഷ്യലിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകാർ വരുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സാറും അത്തരത്തിൽ അങ്ങനെ നമ്മളിപ്പോൾ കേരളത്തിൽ അതൊരു കാഴ്ചയാണ് കാണുന്നത്. സർ, BJPയിൽ ഇടത് ആഭിമുഖ്യമുള്ളവർ പോലും അണിചേരുക. CC മുകുന്ദൻ എന്ന CPIയുടെ MLA, അദ്ദേഹത്തിനെ അവരുടെ പാർട്ടി നിരുപാധികം തള്ളി നാട്ടികയിൽ BJP സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. അദ്ദേഹം ഒരു വേള കോൺഗ്രസിനോട് പോയി സംസാരിച്ചു എന്നാണ് പറയുന്നത്. സാർ, ഇത് ഞാൻ ഈ പറഞ്ഞതെല്ലാം കൂടെ കൂട്ടി വായിച്ച് സാറിന് എന്താണ് സാർ തോന്നുന്നത്? ഈ പറയുന്ന രീതിയിൽ BJPയോട് ഇത്തരത്തിൽ താല്പര്യം ഉണ്ടാകണമെങ്കിൽ BJPക്ക് കേരളത്തിൽ ഒരു ഭാവിയുണ്ടെന്ന് ഇങ്ങനെ ഇടത് നിരീക്ഷകർ, അതായത് ഇടത് പാർശ്വത്തിൽ അല്ലെങ്കിൽ ഇടത് വശത്ത് നിൽക്കുന്നവർ പോലും ചിന്തിക്കുമ്പോൾ എന്ത് തോന്നുന്നു താങ്കൾക്ക്? അല്ല, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കേരള രാഷ്ട്രീയം ഒരു മാറ്റത്തിന്റെ വക്കിലാണ്. അത് ബംഗാളും ത്രിപുരയിലും എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായ പരാജയം, അതിൽ നിന്ന് വിഭിന്നമായി കേരളത്തിലെ CPM കുറച്ചുകൂടി സുസംഘടിതമാണ്. കേരളത്തിലെ CPM മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഏറ്റവും വലിയ എംപ്ലോയറാണ്, ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്നത്. അതായത് സഹകരണ മേഖലയിൽ ഉൾപ്പെടെ അവർക്ക് ആശുപത്രികളുണ്ട്, മറ്റ് സേവന പ്രവർത്തനങ്ങളുണ്ട്, നിർമ്മാണ കമ്പനികളുണ്ട്, അല്ലെങ്കിൽ ഊരാളുങ്കൽ പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്, അമ്യൂസ്മെന്റ് പാർക്കുണ്ട്. അങ്ങനെ ഒരുപാട് തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോടൊപ്പം, അടിസ്ഥാന ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള തരത്തിൽ CPMന് കുറച്ചുകൂടെ അടിത്തറയുണ്ട്. അതുകൊണ്ട് മറ്റ് സ്റ്റേറ്റിലുണ്ടായതുപോലെയുള്ള ശിഥിലീകരണം വന്നില്ല. മറ്റൊന്ന്,
ഇടതുപക്ഷവും വലതുപക്ഷവും നമ്മൾ പറയുന്ന UDF-ഉം ഇടതുപക്ഷവും തമ്മിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഒന്നാണ്. ദേശീയ രാഷ്ട്രീയത്തില് കോൺഗ്രസും ഇടതുപക്ഷവും ഒരുമിച്ചാണ്. കേരള നിയമസഭ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 7 യുനാനിമസ് റെസൊല്യൂഷൻസ് ഇടതും വലതും ചേർന്ന് പാസ്സാക്കേണ്ട കേന്ദ്രത്തിനെതിരെ. ആ തരത്തിൽ വരുമ്പോൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം കാണുന്നില്ല. നമ്മൾ പറയുന്നത് ഇടതുപക്ഷത്തിന് ഒരു പ്രത്യേകത കാണുന്നില്ല. പിന്നെ അഴിമതി എന്നുള്ള ഒരു വിഷയം വന്നു. പണ്ടവര് ഭരണവും സമരവും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുമായിരുന്നു. ഇപ്പൊ നമ്മുടെ DYFI പോലെയുള്ള പ്രസ്ഥാനങ്ങളൊന്നും ഇന്ന് സമരവേദികളിലില്ല, നിശബ്ദമാണ് സാർ, സമരത്തിലേ ഇല്ല. അതെ, അവരിപ്പോ ആശുപത്രികളിൽ അവര് സേവന പ്രവർത്തനം നടക്കുന്നുണ്ട്, പൊതിച്ചോറ് കൊടുക്കുന്നു, ആഹാരം കൊടുക്കുന്നുണ്ട്, ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സമര സംഘടന എന്നുള്ള തലത്തില് ഒരു കാലഘട്ടത്തിൽ കേരളത്തില് നിയന്ത്രിച്ചിരുന്ന CPM കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു മുതലാളിത്ത കമ്പോള വ്യവസ്ഥയിൽ സാർ പറഞ്ഞ ആ വാക്ക് കറക്റ്റാണ്. സമരവും അതുപോലെ ഭരണവും എന്നൊരു വാക്ക് കറക്റ്റാണ് സാർ. അത് അവരുടെ ഔദ്യോഗിക നയമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് അണികളിൽ ഒരുപാട് അതൃപ്തി ഉണ്ടാക്കി. മറ്റൊരു പ്രധാന കാരണം CPM നേതാക്കളുടെ സ്വകാര്യ ജീവിതം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇവരുടെ വലിയ നേതാക്കളുടെ മക്കളൊക്കെ പഠിക്കുന്നത് വിദേശത്തും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെയാണ്. പലരും സാമ്പത്തികമായി വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് വന്നു. കുടുംബത്തിനകത്ത് നിന്ന് തന്നെ കൂടുതൽ ആളുകൾ ഇപ്പം പല നേതാക്കളുടെയും ഭാര്യമാര് മത്സരിക്കാൻ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ പലതരത്തിലുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടത് വലത് വ്യത്യാസം കാണുന്നില്ല. അപ്പൊ മറ്റൊന്ന് BJP മുന്നിൽ വെക്കുന്ന വികസന രാഷ്ട്രീയം. നമ്മൾ 12 വർഷമായിട്ട് ഇന്ന് ജനങ്ങൾ കാണുന്നുണ്ട് ഇന്ത്യയിൽ അഴിമതി രഹിതമായ ഒരു ഭരണം. ഇപ്പൊ നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ട് വ്യവസ്ഥാപിത മാർഗത്തിലൂടെയുള്ള ഒരു അഴിമതി ആരോപണവും ഇതുവരെ നിയമപരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആരോപണം പോലും ഉണ്ടായിട്ടില്ല. അപ്പം ഒരു മാതൃകാപരമായി നമ്മുടെ രാജ്യം സമസ്ത മേഖലയിൽ ആഗോളതലത്തിൽ തന്നെ ഭാരതത്തിനുണ്ടായ മാറ്റം. ഇപ്പൊ നമ്മള് ഉക്രൈൻ വാർ വന്നപ്പോഴും അല്ലെങ്കിൽ ഗൾഫ് യുദ്ധ സമയത്തൊക്കെ നമുക്ക് ഇറാനോടും അമേരിക്കയോടും ഇസ്രായേലിനോടും ഒരുപോലെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന രാജ്യമാണ് നമ്മൾ. ആ തരത്തിൽ നമ്മുടെ രാജ്യം നേടിയ നേട്ടം ഒരു ഭാഗത്ത് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ നറേറ്റീവ്സും ഒക്കെ BJPക്ക് എതിരായിട്ടുള്ള ന്യൂനപക്ഷ വിരുദ്ധമായ എതിരാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് കേരളത്തിലെ 47-48% വരുന്ന ന്യൂനപക്ഷങ്ങൾ BJP വിരുദ്ധമായ നിലപാടെടുക്കുമെന്നുള്ള മുൻവിധിയുമാണ് ഈ തരത്തിലൊരു അഗ്രസീവ് BJP ക്യാമ്പയിനും കേരളത്തിൽ വിജയകരമായി. അത് മാറിയിട്ടുണ്ടല്ലേ സാർ? അതൊരു അല്പം മാറ്റം ഉണ്ടല്ലേ? അതിന് കാരണം സോഷ്യൽ മീഡിയ കടന്നു വന്നു. പഴയ കാലത്ത് പഴയ സന്ദേശം സിനിമയിലുള്ളതുപോലെ താത്വികമായി ജയവും തോൽവിയെയും ഒരു നേതാവിന് അണികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റും താത്വികമായിട്ട്. ഇന്ന് അത് പറ്റില്ല. നേതാവ് എന്ത് പറഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ ഡയറക്റ്റ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഞാൻ കാണുന്നു. അപ്പം ആ സോഷ്യൽ മീഡിയയുടെ കടന്നുവരവ് ഏറ്റവും കൂടുതൽ ഗുണപരമായി ഉപയോഗിച്ചത് BJP-യാണ്. ഇപ്പൊ കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് അതിൻ്റെതായ ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമ്മൾ ഒരു പാർട്ടിയെ അളക്കുന്നത് കേവലം വിജയത്തിന്റെ തലത്തിൽ മാത്രമല്ല ഞാൻ കാണുന്നത്. കാരണം മറ്റൊന്ന്, BJPയുടെ കേരളത്തിലെ പരിമിതി എന്നതിൽ മുന്നണി, അതായത് കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളെല്ലാം ഇടതുപക്ഷത്തിലെ എല്ലാ ഘടകകക്ഷികളും ഒരു കാലഘട്ടത്തിൽ വലതുപക്ഷത്തിലെ ഘടകകക്ഷികളെല്ലാം ഇടതുപക്ഷത്തും അണിനിരന്നിട്ടുണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ. അതായത് AK ആന്റണിയും K മുരളീധരനും ഒക്കെ ഇടതുപക്ഷത്ത് വന്നിട്ട് പോയവരാണ്. അതുപോലെ തന്നെയാണ് ഇടതുപക്ഷത്തുള്ള RSPയും എല്ലാം അപ്പുറത്ത് നിന്ന് മുസ്ലിം ലീഗ് ഇടതിലും വലതിലും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും ഒക്കെ ഇടതിലും വലതിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ രണ്ട് മുന്നണികൾ തമ്മിലൊരു വ്യത്യാസമില്ല. അപ്പം അതിപ്പോ BJPയുടെ പരസ്യം സാർ കണ്ടു കാണും, പത്രത്താളുകൾ വന്നിരിക്കുന്ന പരസ്യം സാർ കണ്ടു കാണും. വളരെ മനോഹരമായ ക്യാമ്പയിനാണ്. അതെ, അത് വളരെ ആകർഷകമായി നമ്മുടെ സിനിമയിലെ വെച്ചിട്ടാണ് വളരെ ശരിയായ ഒരു സരസമായ രീതിയിൽ വളരെ ശരിയായ അതിന്റെ പുറകിൽ ഒരു വസ്തുതയുണ്ട്. രണ്ട് മുന്നണികളും തമ്മിൽ ഡിഫറൻസ് ഇല്ല. ഇപ്പം ശബരിമല വിഷയത്തിൽ പോലും ഒരു അഗ്രസീവ് ലൈനിലല്ല കേരളത്തിൽ പ്രതികരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാല് ഈ ദേവസ്വം ബോർഡിലെ അഴിമതിക്ക് ഒരു തുടർച്ചയുണ്ട്. അപ്പം അത് ഈ 2016 ശേഷം മാത്രമല്ല ദേവസ്വം ബോർഡിലെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. അതിന് മുമ്പ് ഭരിച്ചവരും അതിന് ഉത്തരവാദിത്തമുണ്ട്. ആ തരത്തിൽ നോക്കുമ്പോൾ BJPക്ക് അനുകൂലമായി വന്ന BJPയുടെ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ പ്രബല രാഷ്ട്രീയ കക്ഷികൾ മുന്നണിയിലേക്ക് BJP മുന്നണിയിലേക്ക് NDA കക്ഷിയിൽ വന്നിട്ടില്ല. പക്ഷേ ഈ 2020 പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കടന്നു വന്നത് ഇത്തവണ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. പൂഞ്ഞാർ മണ്ഡലം, പാല, അതുപോലെയുള്ള മധ്യ തിരുവിതാംകൂറിലെ പല മണ്ഡലങ്ങളിലും പ്രകടമായ മാറ്റം കണ്ടാവും. 2020യുടെ ഇമ്പാക്റ്റും ആ തരത്തിൽ 4-5 മണ്ഡലങ്ങളിൽ വളരെ. സാർ, എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് തുടങ്ങിയിട്ടുള്ള ചില ഇടങ്ങളിലൊക്കെ തന്നെ 2020 കൂടെ NDAക്കൊപ്പം നിൽക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും BJPക്ക് NDA മുന്നണിക്ക് ഗുണമായി തീരില്ലേ?
അര ഡസനിലധികം മണ്ഡലങ്ങൾ, മധ്യ തിരുവിതാംകൂർ അര ഡസൻ മണ്ഡലങ്ങളിൽ ആ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മണ്ഡലങ്ങളിൽ BJPയുടെ ഷെയറാണ് ഞാൻ സൂചിപ്പിച്ചത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ BJP കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റ് നടത്തുന്നുണ്ട്, NDA കുറച്ചുകൂടി വിപുലീകരിച്ച രീതിയിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് കേരളത്തിലൊരു ഹങ് അസംബ്ലി ആകാനാണ് സാധ്യത. കാരണം ഇടത് വലത് മുന്നണികളുടെ പരിമിതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. വലത് മുന്നണിക്ക് ത്രിതല പഞ്ചായത്തിന്റെ സമയത്തുണ്ടായ ഒരു അഡ്വാൻറ്റേജ് ന്യൂനപക്ഷ മേഖലയിൽ മാത്രം ഒതുങ്ങിയത് അവരുടെ ശക്തിയുമാണ്, അവരുടെ ദൗർബല്യവുമാണ്. കാരണം മുസ്ലിം ലീഗ് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ നയിക്കുന്ന ഒരു UDF-നെ മറ്റു വിഭാഗങ്ങളിൽ ഒരു അതൃപ്തി അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ BJP മാത്രമല്ല അഗ്രസീവായിട്ട് ആ തരത്തിലുള്ള ക്യാമ്പയിനിങ് നടത്തുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമി UDF-ഉമായിട്ട് സഹകരിക്കുന്നതിന്. മുസ്ലിം ലീഗിന് നമുക്കൊരു സെക്കുലർ ഇമേജ് കേരളത്തിലുണ്ടായിരുന്നു, അതുപോലെയല്ലല്ലോ മറ്റ് സംഘടനകൾ. അപ്പൊ അതൊരു ഭാഗത്ത്. മറ്റൊന്ന്, കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ ഹിന്ദു ഭൂരിപക്ഷ ജില്ലകളിൽ ഇടതുപക്ഷ മുന്നണിക്കായിരുന്നു മേൽക്കോയ്മ. അതായത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട് തുടങ്ങിയിട്ടുള്ള ജില്ലകളിലൊക്കെ, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ ഇടതുപക്ഷ മുന്നണിക്കായിരുന്നു ത്രിതല പഞ്ചായത്തിൽ മേൽക്കോയ്മ ലഭിച്ചത്. അത് അസംബ്ലി മണ്ഡലത്തിലേക്ക് നമ്മൾ ആ വോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു വ്യത്യാസം ഉണ്ടാകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായോ അല്ലെങ്കിൽ UDF-ന് അനുകൂലമായോ പാറശാല മുതൽ മഞ്ചേശ്വരം വരെ ഒരു തരംഗമില്ല. മറ്റൊന്ന്, മൂന്നാം മുന്നണി എന്നുള്ളത് നേരത്തെ നാമമാത്രമായ പങ്കാളിത്തത്തിൽ നിന്ന് ഏതാണ്ട് 50ഓളം മണ്ഡലങ്ങളിൽ, ഏതാണ്ട് 45-ലധികം മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് ഷെയർ വളരെ വലുതാണ്. അതിൽ തന്നെ ഒരു 50ഓളം മണ്ഡലങ്ങളിൽ ഇടതു മുന്നണിയും BJPയും തമ്മിലുള്ള വ്യത്യാസം ഒരു 40 മണ്ഡലങ്ങളിൽ വളരെ ക്ലോസ് ആണ്. അതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കുമ്പോൾ 11 മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്തും 19 മണ്ഡലങ്ങളിൽ BJP LDF-ന്റെ മുകളിലുമാണ്. UDF-ന്റെ മുകളിൽ 11 മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്ത് വന്നു. പക്ഷേ LDF-ന്റെ ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ BJP 19 അസംബ്ലി മണ്ഡലങ്ങളിൽ CPM-ന്റെ, അതായത് ഇടതു മുന്നണിയുടെ മുകളിലാണ് BJPയുടെ വോട്ട് ഷെയർ. ഈ തരത്തിൽ ഏതായാലും സാർ, നമ്മുടെ സാറിന് ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കുക. ഏതാണ്ട് ഈ പറയുന്ന പോലെ സാർ പറയുന്നതെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നേടിയിരിക്കുന്നത് തന്നെ ഈ പറയുന്ന CPM-ൽ നിന്ന് തന്നെയാണ് തട്ടിയെടുത്തതെന്ന് തന്നെ പറഞ്ഞുകൂടെ സാർ? എന്തായാലും വിഷയത്തിൽ ഒരു ചുരുക്കെഴുത്തിലേക്ക് നമുക്ക് പോകാം. സാർ ഒന്ന് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യണം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് CPM-ന്റെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറി തന്നെയാണ്. മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പിൽ BJP വിജയസാധ്യതയുള്ള നേമം നിയോജക മണ്ഡലം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങൾ, ഇതെല്ലാം തന്നെ CPM-ന്റെ കയ്യിലാണ് ഇരിക്കുന്നത് നിലവിൽ. BJP വിജയപ്രതീക്ഷ അർപ്പിക്കുന്ന പല മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലങ്ങളാണ്. ഇപ്പം പാലക്കാട് പോലെയുള്ള മണ്ഡലങ്ങളും വ്യത്യസ്തമായിരിക്കാം. പക്ഷെ ഈ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ചരിത്രപരമായ കേരള മുന്നണി രാഷ്ട്രീയത്തിൽ പ്രകടമായ ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അത് ഞാൻ സാധ്യതയും വിജയവും രണ്ടാണ്. സാധ്യതകള് അത് പ്രവർത്തനത്തിലൂടെ, സ്ഥാനാർത്ഥികളിലൂടെ, സംഘടനാ മാനേജ്മെന്റിലൂടെ വിജയത്തിലേക്ക് എത്തിക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുക. എന്തായാലും BJPക്ക് 1 ഡസനിന് മുകളിലേക്ക്, അത് എൻ്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് 28 സീറ്റ് വരെ BJPക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ട്. ഏതായാലും സാർ, വിഷയത്തിൽ തുടർന്ന് നമുക്ക് സംസാരിക്കേണ്ടി വരും. ഇത് ഒരു ചെറിയ തുടക്കം മാത്രം. തുടർന്നും അങ്ങോട്ട് നമുക്ക് ഈ വിഷയവും തെരഞ്ഞെടുപ്പ് വിഷയങ്ങളുമായി താങ്കളെ ബന്ധപ്പെടുന്നതാണ്. നന്ദി.